എന്തൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്? ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റീസ് ആണ്. ബോത്ത് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ബോത്ത് ഫോഴ്സസ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും ഡിനോമിനേറ്ററിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ആർ സ്ക്വയർ, ഒരു ആർ സ്ക്വയറെ കാണാനായിട്ട് സാധിക്കും. അതായത് രണ്ടും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. Gravitational force also inversely proportional to square of the distance. ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ട് ഫോഴ്സുകളും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ബോത്ത് ആർ സെൻട്രൽ ഫോഴ്സസ്. സെൻട്രൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഫോഴ്സസ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഇലക്ട്രോണിനെയും ഒരു പ്രോട്ടോണിനെയുമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവുമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് me ആയിട്ട് എടുത്തിരിക്കുന്നു, പ്രോട്ടോണിൻ്റെ മാസ് mp ആയിട്ടും എടുത്തിരിക്കുന്നു. രണ്ട് ആൾക്കാരും ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഇവർ തമ്മിൽ ചാർജ് ഉള്ളതുകൊണ്ട് ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ടായിരിക്കും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടായിരിക്കും. നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ ഡ്യൂ ടു ദ പ്രോട്ടോൺ. അതായത് ഇലക്ട്രോണിൽ പ്രോട്ടോൺ കാരണം ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടും പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടും പ്രോട്ടോൺ ഇലക്ട്രോണിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ F സഫിക്സ് ക്യാപിറ്റൽ E ഇൻറ്റു സ്മോൾ ലെറ്റർ E. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ സൂചിപ്പിക്കാനാണ്. സ്മോൾ ലെറ്റർ E എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ. എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? നേരെ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലേക്ക്. ഇനി പ്രോട്ടോണിനെ ഇലക്ട്രോൺ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ പ്രോട്ടോൺ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതും ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലേക്കാണ്. അതായത് ഒരു ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും പ്രോട്ടോണിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ആ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കാം. ഇലക്ട്രോണിനും പ്രോട്ടോണിനും അവരുടേതായ മാസുണ്ട്. ആ മാസുകൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? വലതുവശത്തേക്ക്. പ്രോട്ടോൺ ഇലക്ട്രോണിന് മാസ് ഉള്ളത് കൊണ്ട് അട്രാക്റ്റ് ചെയ്യും. ആരുടെ അടുത്തേക്ക്? പ്രോട്ടോണിൻ്റെ അടുത്തേക്ക്. അങ്ങനെയെങ്കിൽ FGE വരിക വലതുവശത്തേക്കാണ്, അതായത് സെൻറ്ററിലേക്ക്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ വിൽ ആക്ട് ടുവേഴ്സ് ദ സെൻറ്റർ. ഇനി ഇവിടെ FGP ആണ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആർക്ക്? പ്രോട്ടോണിന്. അങ്ങനെയെങ്കിൽ പ്രോട്ടോണിന് ഇലക്ട്രോൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഇടതുഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ FGP ആക്ട് ചെയ്യുക നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ്, അല്ലെങ്കിൽ സെൻറ്ററിലേക്കാണ്. ഇലക്ട്രോണിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അത് സെൻറ്ററിലേക്കാണ്. പ്രോട്ടോണിലും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതും സെൻറ്ററിലേക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനും പ്രോട്ടോണിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എപ്പോഴും എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ആ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോത്ത് ആർ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബോത്ത് ആർ സെൻട്രൽ forces.